ആലപ്പുഴ ചെങ്ങന്നൂരിൽ അപകടമുണ്ടാക്കിയ KSRTC ബസ്സിനെതിരെ നടപടിയെടുത്തില്ലെന്ന് പരാതി. സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച സംഭവത്തിൽ സ്വകാര്യ ബസ്സിന്റെ ഫിറ്റ്നസും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. സ്വകാര്യ ബസ്സിന്റെ എമർജൻസി എക്സിറ്റുകൾ പ്രവർത്തിച്ചില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ഉണ്ടായിട്ടുമുണ്ട്. തെറ്റായ ദിശയിലെത്തിയ KSRTC ബസ് ടൂറിസ്റ്റ് ബസ്സിന് മുന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ ചേർന്നു. അശ്വിൻ, അത് ദൃശ്യങ്ങളിൽ നിന്ന് 100% ഉറപ്പായിരുന്നു. അത് സ്വകാര്യ ബസ്സിന്റെ കുറ്റമേ അല്ല. KSRTC ബസ് മുന്നിലുള്ള വണ്ടി നിർത്തിയതാണെങ്കിലും അല്ലെങ്കിലും ചെയ്തുകൂടാത്ത പണി ചെയ്തപ്പോഴത്തേക്കാണ് ആ വണ്ടി ഇടിച്ചത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വകാര്യ ബസ്സിനെതിരെ മാത്രം നടപടി? അശ്വിൻ, ഹാഷ്മി, ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായ നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനാകും. കാരണം ഈ അപകടവുമായി യാതൊരു വിധത്തിലും ആ ടൂറിസ്റ്റ് ബസ്സിന് ബന്ധമില്ല എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് അതിന്റെ ദിശയിലൂടെ വരുന്നു. എതിർദിശയിൽ തെറ്റായി എത്തിയ ഒരു KSRTC ബസ് ആ ബസ്സിന് മുകളിലേക്കാണ് ഇടിക്കുന്നത് എന്നുള്ളത് വ്യക്തവുമാണ്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന്റെ തെളിവുകളടക്കം ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ ഒരു വിചിത്ര നടപടി ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് ടൂറിസ്റ്റ് ബസ്സിന് എതിരായ നടപടിയാണ്. അത് ചെറിയ നടപടിയുമല്ല. ബസ്സിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിരുന്നു. അതെന്തിനാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഈ അപകടവുമായി ബന്ധപ്പെട്ട യാതൊരു തെറ്റും ഈ ഡ്രൈവറുടെയോ ഈ ടൂറിസ്റ്റ് ബസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിൽ നടക്കം വ്യക്തമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന ഒരു ന്യായീകരണമുണ്ട്. അത് ഈ ബസിന്റെ എമർജൻസി വിൻഡോ തകരാറിലായിരുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന്റെ റിയർ വ്യൂ മിറർ അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് ഈ അപകടത്തിൽ ഈ സ്വകാര്യ ബസ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ മോട്ടോർ വാഹന വകുപ്പിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ കോൺട്രാക്ട് ഗാരേജ് ബസ്സുകളിലും കർശന പരിശോധന ഉറപ്പാക്കാൻ പോലീസ് ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് നിർദ്ദേശവും. അല്ല, സ്വകാര്യ ബസ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് മുന്നിലെത്തിയ കാറ് സഡൻ ബ്രേക്ക് ഇട്ടപ്പോഴേക്കും അതിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചതാണെന്ന് പറഞ്ഞാലും സേഫ് ഡിസ്റ്റൻസ് ഇടേണ്ടതുണ്ട്. അങ്ങനെ അതിവേഗതയിൽ വരുന്നില്ല സ്വകാര്യ ബസ്സോ KSRTC ബസ്സോ. അപ്പോൾ വളരെ ഇവിടനായി എന്താണ് ഈ KSRTC ബസ് അങ്ങോട്ടേക്ക് വെട്ടിച്ചതുകൊണ്ടാണ് അപകടമെന്ന് എവിടൻ്റായി ഈ ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കെ അങ്ങനെ നടപടി എടുക്കാവോ അശ്വിൻ? എന്തായാലും ഈ അപകടത്തെക്കുറിച്ച് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് KSRTC ബസ്സിന്റെ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് മാനുഷിക പക്വത ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനമാണ് ഈ RTO ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ ബസ് ഉയരത്തിലുള്ള ബസ്സാണ് ഡ്രൈവർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ദീർഘവീക്ഷണം ഡ്രൈവർക്കുണ്ടാകും. അത് അവിടെ പാലിക്കപ്പെട്ടില്ല. ഡ്രൈവർ അശ്രദ്ധമായി ഓടിച്ചു. അതുകൊണ്ട് ഈ KSRTC ഡ്രൈവറുടെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ്സിലൊരു പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അതായത് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ച ശേഷം മാത്രമേ അവിടെ നിന്ന് മാറ്റാൻ പോലും കഴിയൂ എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം നിലനിൽക്കെയാണ് ഈ സ്വകാര്യ ബസ്സിലേക്ക് മാത്രം പരിശോധന ചുരുക്കുകയും അതിന്റെ എമർജൻസി വിൻഡോ പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഒരു കുറ്റമായി കണ്ട് അതിൽ നടപടിയെടുക്കുകയും, അത് കുറ്റം തന്നെയാണ്, അതിൽ നടപടി എടുക്കേണ്ടതുമാണ്. പക്ഷേ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സിൽ മാത്രം പരിശോധന നടത്തുന്നു, KSRTC ബസ് അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അപകടം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ ഈ ബസ് KSRTC ഗ്യാരേജിലേക്ക് മാറ്റുന്നു. അതടക്കമുള്ള ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ ഈ ബസ് ഓണേഴ്സ് അടക്കം, ഈ കോൺട്രാക്ട് ഗാരേജ് ഓണേഴ്സ് അടക്കം നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ബസിന്റെ ഫിറ്റ്നസ് നഷ്ടമായി, ഒരു കുറ്റവും ചെയ്തില്ല എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഈ ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്താണ് ഇപ്പോൾ അതിൽ കുറ്റമുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ, പക്ഷേ അതിനെതിരെ മാത്രം ഒരു പകതീർക്കൽ പോലെ നടപടി എടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നീതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി.